ആസിഫ് അലി എയറിലാണോ? എയറിലാണ്. എങ്ങനെ എയറിലായി? കലാഭവൻ നവാസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ വിട്ടു പോയി. അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ വിമർശനവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഞാൻ കണ്ടു. എസ്പെഷ്യലി സെൽഫി എടുക്കുന്ന കാര്യത്തിൽ മരണവീടാണ്, ആളുകൾ സങ്കടത്തിലാണ് എന്നുള്ളതൊന്നും നോക്കാതെ ഒരു ഔചിത്യബോധവും ഇല്ലാതെ കയറി വന്ന് സെൽഫി എടുത്ത് പോകുന്ന കുറേ ടീമുണ്ട്. ഓക്കെ, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ കണ്ടതുമില്ല. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ കുറേ പേര് ഞാൻ ഈ ആസിഫ് അലിയെക്കുറിച്ച് ഒരുപാട് എൻ്റെ വീഡിയോസിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിക്കോസ് ആസിഫ് അലിയുടെ കുറേ നിലപാടുകൾ, അയാളെടുക്കുന്ന കുറേ സ്റ്റാൻഡുകളൊക്കെ എനിക്ക് വളരെ പ്രോപ്പറായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ അതിൽ വീഡിയോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ആസിഫ് അലി ഒരു സ്റ്റേജിൽ വെച്ചിട്ട് കലാഭവൻ നവാസിൻ്റെ മരണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ സെൽഫിയുടെ കാര്യങ്ങളിലേക്ക് വരാം. ആൻഡ് നവാസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ആസ്പെക്റ്റും കൂടി സംസാരിക്കാനാണ്. നമുക്ക് ആദ്യം ആസിഫ് അലിയുടെ ആ ഒരു എയർപോക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. അനുശോചനത്തിന് പകരം മോട്ടിവേഷൻ, നവാസിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ആസിഫ് അലിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് വരുന്നത്. ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ പറയാം, ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തനായിരുന്ന, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിന്റെ ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവണം, നമുക്കറിയില്ല എന്താ നമ്മുടെ ലൈഫിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുക. കാര്യം ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് യാത്ര പിരിഞ്ഞ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അറിയില്ലായിരുന്നു ഇനി അദ്ദേഹത്തിനെ കാണില്ലെന്ന്. അപ്പൊ അത്രയും അൺസർട്ടൺ ആണ് ജീവിതം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഉള്ള സമയം അടിപൊളിയാക്കുക, അല്ലേ? ഓക്കെ, അപ്പോൾ ആസിഫ് അലി പറഞ്ഞ സമയം, സന്ദർഭം ഭയങ്കര റോങ് ആണ്. അതൊരിക്കലും എനിക്കത് കറക്റ്റാണെന്നോ അതൊരു മോട്ടിവേഷനാണോ എന്നോ പറയാൻ പറ്റില്ല. വേറൊരു ആസ്പെക്റ്റിൽ മരണം സംഭവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ടോണിലും അല്ല, ഓക്കെ, കുറച്ചുകൂടി ഒരു സട്ടിലായ ടോണിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അതായത് കറക്റ്റ് സിറ്റുവേഷൻ നോക്കണം, കറക്റ്റ് രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഇത് ഓഫ് കോഴ്സ് എനിക്കും കേട്ടപ്പോൾ അയ്യോ ഇതെന്തിനാ ഇയാൾ ഇവിടെ പറഞ്ഞ്, ആസിഫ് അലിക്ക് തന്നെ തോന്നുന്നുണ്ട്, പറയുമ്പോൾ തന്നെ പറയും എനിക്കിതിവിടെ പറയാൻ പറ്റുമോ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ആസിഫ് അലി ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ്റെ ജീവൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഏത് നേരം വേണമെങ്കിലും നമ്മൾ പോവാം. അതാണ് ആസിഫ് അലി, അത് ആ ടോൺ അങ്ങനെയാണ് ശരിക്ക്. അല്ലെങ്കിൽ അതവിടെ പറയേണ്ട ഒരു ആവശ്യം ഇല്ല. ബിക്കോസ് ആ വ്യക്തി മരിച്ചത് വെരി നെക്സ്റ്റ് ഡേ ആണ് ആസിഫ് അലി ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. സോ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഇതെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് വിമർശിക്കാനേ തോന്നിയുള്ളൂ. കാരണം ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആസിഫ് അലിക്ക്, ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവിടെ. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പറയാമായിരുന്നു ഇങ്ങനൊരു നല്ല കലാകാരൻ നമ്മളെ വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നൊക്കെ പറഞ്ഞു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. ഇത് അതിന് പകരം അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തോ നമുക്ക് തന്നെ, എനിക്ക് തന്നെ അത് കേട്ടപ്പോൾ അത്യാവശ്യം എന്തിനിങ്ങനെ ഇത് പറഞ്ഞെന്നുള്ളൊരു ഫീലിങ്ങും വന്നു. ഇതിനി അവരുടെ വീട്ടുകാരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളൊരു തോട്ടും കൂടി നമ്മുടെ മൈൻഡിൽ വരില്ലേ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിത് തോന്നിയത്. സോ ഡെഫിനറ്റ്ലി ആസിഫ് അലി ഈ പറഞ്ഞ മാതിരി കരുതിക്കൂട്ടി വേണമെന്ന് പറഞ്ഞൊന്നും ആയിരിക്കില്ല. സ്റ്റേജിൽ ഒന്ന് എല്ലാവരോടും പറയണം തോന്നി പറഞ്ഞ കാര്യമായിരിക്കണം. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പിന്നെയും നമുക്ക് പറയാതെ ഇത് മനസ്സിലായ, ഒരു ക്രൗഡിനിടയിൽ പോയിട്ട് ആ വ്യക്തി മരിച്ചത് വെരി നെക്സ്റ്റ് ഡേ, നോ, നോട്ട് ആക്സെപ്റ്റബിൾ. പകരം ആസിഫ് അലി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, വിനോദ് കോവൂരിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിച്ച് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് വിനോദ് കോവൂർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിന് അടിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഓക്കെ, അതാണ് ഇവിടെ ഡിസ്കഷനിൽ ഞാൻ എടുക്കുന്നത്. അതിൽ ഇങ്ങനെ എഴുതി വെച്ചത് ടോപ്പ് ടു ബോട്ടം നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അതിൽ ഈ സിനിമയുടെ ആ ദിവസം, ഓക്കെ, പാക്കപ്പായി ഇദ്ദേഹം റൂമിലെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ 5 മണി വരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലായ വനികകളിൽ മറഞ്ഞു. ഇത്രയേയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആസിഫ് അലി അവിടെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്ത ആ കാര്യത്തിൻ്റെ സെയിം ഒരു കോർ ക്രക്സാണ് ഇയാളിവിടെ എഴുതി വെച്ചതിലുള്ളത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇത് എഴുതി വെച്ചതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു രീതിയും അവിടെ പറഞ്ഞ ആ ഒരു, അതാണ് സിറ്റുവേഷൻ ആൻഡ്
സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി, വാക്കുകൾ, ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതാണ് ഇതിലെ വ്യത്യാസം. ഇനിയാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഈ എഴുത്തിൽ. സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചില്ലെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞ് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു. വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. എങ്കിലും ഇവിടെ അതിനൊന്നും എന്തില്ല, സ്ഥാനമില്ലല്ലോ. നവാസിക്കയുടെ സമയം വന്നു, നവാസ്ക പോയി, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു നെഞ്ചുവേദന വന്നതിനെ കുറിച്ചിട്ട് വിനോദ് കോവൂർ എഴുതിയിട്ടുണ്ട്. ഷൂട്ടിങ്ങിനിടയിൽ നെഞ്ചുവേദന വന്നതിനെ കുറിച്ചിട്ട്. ഇതേ കാര്യം നവാസിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വ്യക്തി ഒരു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനകത്തും ഒരു കാര്യം പറയുന്നുണ്ട്. അതും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഒരു അത് അല്ല, അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്ത കേട്ടത്, ഒരു സ്റ്റണ്ട് സീൻ വളരെ ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ട് കുഴഞ്ഞു വീണു ഒരാഴ്ച മുമ്പ്. അപ്പോൾ അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്ററാണ് പറഞ്ഞത് ഗംഭീരമായിട്ട് അയാൾ പെർഫോം ചെയ്ത് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളാണ് എടുത്ത് ഉയർത്തിയെന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ വായിച്ച പോലെ തോന്നുന്നു. അതിനുശേഷം ഇന്നലെയാണ് ഇങ്ങനെ സംഭവിച്ചായിട്ട് അറിയുന്നത്. ഹെൽത്ത് നമ്മളതാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ജോലിയിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്യാൻ നമുക്ക് നമ്മളെ ഹെൽത്ത് വേണം. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഫിറ്റ് ആവണം. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നെഞ്ചുവേദന പോലത്തെ വിയർക്കുക, നെഞ്ചുവേദന വരിക, കുളത്തിൽ പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ഗ്യാസ് ആവും, മനസ്സിലായോ, മസിൽ പെയിൻ ആവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഏത് പ്രായത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹാർട്ട് ഡിസീസസ് വരാം. എസ്പെഷ്യലി പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റഡീസിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കോവിഡ് വാക്സിനൊക്കെ ചുറ്റിപ്പറ്റി കുറേ കോൺസ്പിറസീസ് ഉണ്ടടി. അപ്പോൾ നമ്മളെന്തിനാണ് റിസ്ക് എടുക്കുന്നത്? നമ്മൾ അത്യാവശ്യം എന്ത് ചെയ്യുക, നിയർ ബൈ ഹോസ്പിറ്റലുണ്ട്, കാണിക്കാൻ പറ്റിയൊരു സെറ്റപ്പിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി കാണിക്കുക. ഓക്കെ, അല്ലാതെ ആരും എനിക്ക് ചെറിയ പ്രായമാണ്, നെഞ്ചുവേദന വന്നുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓക്കെയാണ്, ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്ക് നെഞ്ചുവേദന ഒന്നുകൊണ്ട് വിഷയമില്ല, അത് ഈ പറഞ്ഞ ഗ്യാസ് ആയിരിക്കുന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. വന്നാൽ പോയി കാണിക്കുക. അതിനാണുള്ളതൊക്കെ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഷൂട്ടിൻ്റെ സമയത്ത് സംഭവിച്ചതും വിനോദ് കോവൂർ എഴുതിയ സമയത്തും ആ ഒരു നെഞ്ചുവേദനേൻ്റെ കാര്യം പറയുന്നത്. ഇതിനെക്കുറിച്ച് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ടീം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഷൂട്ടിംഗ് ഒരു 6-7 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പതിവ് ഷൂട്ടിന് വന്നു. 6 മണിക്ക് ശേഷം അദ്ദേഹം റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ശേഷമാണ് അദ്ദേഹത്തിന് അടുത്ത ഡേറ്റ് ഉള്ളത്. വളരെ സന്തോഷമായിട്ടിരുന്നത്. ഇപ്പോൾ ഏതോ ഒരു ഫോൾസ് മെസ്സേജ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നെഞ്ചുവേദന അങ്ങനെയൊന്നും ഒരു സിനിമ സെറ്റിൽ നടക്കുന്ന സംഭവമല്ല. ഒരാൾ വയ്യ എന്ന് പറഞ്ഞാൽ അവർ പോയില്ലെങ്കിലും നമ്മൾ ആശുപത്രി കൊണ്ടുപോകുന്നവരാണ്. നമ്മുടെ സെറ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രകമ്പനത്തിൻ്റെ സെറ്റിൽ സാഗർ സൂര്യക്ക് പോലെ കയ്യിന് വന്നിട്ട് നമ്മളാണ് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആർട്ടിസ്റ്റ് കെയർ ചെയ്തില്ലെങ്കിലും പ്രൊഡക്ഷൻ ടീം അത് വളരെ മനോഹരമായിട്ട് കെയർ ചെയ്യും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയും പ്രശ്നങ്ങളുമുണ്ട്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം നമ്മുടെ സെറ്റിൽ പറയുമോ, വൈകുന്നേരം വണ്ടിയെ കയറ്റി വിട്ട ആൾ ഞാനാണ്. യാതൊരുവിധ പ്രശ്നവും പറയാതെ പോയത്. റൂം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകും. ഷൂട്ട് 4-ാം തീയതി വിളിച്ചാൽ മതി. പിന്നെ നമ്മളുടെ ഒരു റുട്ടീൻ ഇതിൽ ഞാൻ ഹോട്ടലിൽ വിളിച്ച് പറയായിരുന്നു, ഇവരൊക്കെ വെക്കേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇതിൽ ആണ് റൂമിലെ ആൾ പോയി നോക്കിയത്, കീ കാണാത്താനും. ആ സമയത്താണ് അദ്ദേഹം ഇവിടെ താഴെ വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയാണ് ചെന്നതും ഞങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അദ്ദേഹത്തിന് ചെറിയൊരു നെഞ്ചുവേദന, ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷേ അഭിനയത്തോടുള്ള താല്പര്യം കാരണം അഭിനയം തുടരുകയായിരുന്നു എന്നാണ് വിനോദ് കോവൂരിന്റെ പോസ്റ്റിൽ പറയുന്നത്. പറയാത്തൊരു സാധനം വിനോദ് കോവൂർ എവിടെ നിന്ന് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. സിനിമയിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെ കുഴപ്പമാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുള്ളൂ. ആദ്യം മനുഷ്യൻ നിന്നിട്ട് വേണ്ടേ ഷൂട്ട് തുടങ്ങാൻ. അതുകൊണ്ട് അങ്ങനെയുള്ളത് എന്തോ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ കിട്ടിയതാണ്. ഒന്നും ഉണ്ടായില്ല. അത് വളരെ ഹാപ്പി ആയിട്ട് വണ്ടിയിൽ കയറ്റിവിട്ട് വളരെയധികം തമാശകൾ പറഞ്ഞ് അടുത്ത പടത്തിൻ്റെ ഡേറ്റും എന്തായാലും വീട്ടിൽ പോകും ചേട്ടാ, 3 ദിവസം ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് പോയ ഒരാളാണ്. ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ പേഴ്സണലി അന്ന് കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം നമ്മൾ പറയല്ലോ, എനിക്ക് ഒത്തിരി ശരീരം ഒന്നുമില്ലാതെ നമ്മൾ പറയാറുണ്ട് വരയ്ക്കുമ്പോൾ കാലുവല്ലാതെ വേദന, ഇതൊക്കെ അത് നോർമലി ഉണ്ടാവുന്ന അങ്ങനെയുള്ള സംഭവം പോലും പറഞ്ഞു വളരെ സന്തോഷമായിട്ട് സംസാരിച്ച് ഷൂട്ട് ചെയ്താൽ എല്ലാവരും ഉണ്ട്. ഗണപതി ഉണ്ട്, സാഗർ സൂര്യ ഉണ്ട്, ആമീൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ട് വളരെ സന്തോഷമായി ചിരിച്ച് അവർ ഒരുമിച്ചുള്ളൊരു സീനായിരുന്നു. ആ സീക്വൻസ് കഴിഞ്ഞു അദ്ദേഹത്തിന് വിട്ടു. അല്ലാതെ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ വളരെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചോദിച്ചത് നന്നായി. നിങ്ങൾ ഇതിന് ഒരു ഉത്തരം കൊടുത്തിരിക്കണം.
അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അത് നമ്മുടെ പ്രൊഡക്ഷനെയും മൊത്തം സിനിമാക്കാരെയും ബാധിക്കും. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തവരുന്നു അങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രകമ്പനത്തിൻ്റെ പ്രൊഡക്ഷൻ ടീം പറയുന്നത്. അവർ ഇൻഫോംഡ് അല്ല, അവരറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വിഷയം സെറ്റിൽ സംഭവിച്ചതായിട്ട് അവരുടെ നോളജിലില്ല. ഓക്കെ, ഇനി വിനോദ് കോവൂരും ഈ പറഞ്ഞ നവാസും തമ്മിൽ അത്രയ്ക്ക് കണക്ഷൻ ഉള്ളത് കൊണ്ട് മേ ബി അറിഞ്ഞതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഒരു ഹിയർസേ ആയിരിക്കാം വിനോദ് കോവൂരിന് മേ ബി സെറ്റിലെ ചിലർക്ക് മാത്രം അറിയുന്ന. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഒരു വേദനയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തുള്ളവർ ചോദിക്കുമ്പോൾ പറയുമല്ലോ നെഞ്ചാതെനിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ ഡോക്ടറെ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹിയർസേ പറഞ്ഞത് വിനോദ് കോവൂരിൻ്റെ ചെവിയിലെത്തിയതാണോ എന്നും ഒരു പിടുത്തമില്ല. ഇങ്ങനെ എഴുതിയിട്ടതിൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് സംസാരിച്ചപ്പോഴും ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നു. പ്രൊഡക്ഷൻ ലൈന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ ഇൻഫോംഡ് അല്ല. ചില വ്യക്തികൾ അങ്ങനെ ഉണ്ട്, പറയാൻ പറ്റില്ല. ചില ആളുകൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അവരെ അവർക്കൊരു ബേർഡൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കും. എന്തെങ്കിലും അസുഖമോ അസ്വസ്ഥതകളോ വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കും. അങ്ങനെ പറയാതിരുന്നൊരു കാര്യമില്ല. നമ്മളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, നെഞ്ച് വേദന പരിപാടികളൊക്കെ വന്നാൽ ഏറ്റവും അടുത്ത് ഒപ്പമുള്ളവരോട് പറയാൻ നേരെ ഇവിടെ. ഇപ്പം ഞാൻ ലോ ഷുഗറുള്ള ഒരാളാണ്. എനിക്ക് ചില സമയത്ത് മറ്റേ റോബോട്ട് പോകണത് ഇങ്ങനെ പോകും, കണ്ണുകൂടി ഇരുട്ട് കയറും. ഷുഗർ കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഫുഡ് കറക്റ്റ് അല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ചിലപ്പോൾ അടുത്തുള്ള ആൾക്കാർ പറയുന്നതൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. അപ്പം തന്നെ ഞാൻ അടുത്തുള്ളവരോട് പറയും വേഗം തന്നേക്ക് എന്തെങ്കിലും തന്നോ, പെപ്സിയോ മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടായിയോ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നേട്ടോ. അതിനും മടി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മോശക്കേട് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ ജീവൻ നിലനിൽക്കണ്ടേ, അതിനുള്ള തത്രപ്പാടാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സാധനവും ഇതിനിടയിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. ഓക്കെ, പിന്നെ TV9 കേരള എന്ന് പറഞ്ഞുള്ള ചാനലിൽ ഞാൻ അതിൻ്റെ ഓഡിയോ പ്ലേ ചെയ്യുന്നില്ല. അവർ ഈ നവാസ് താമസിച്ച ഹോട്ടൽ റൂമിലൊക്കെ പോയ സമയത്തൊക്കെ ഫുൾ ഡ്രസ്സൊക്കെ വലിച്ച് വാരിയിട്ട് ഡോറ് ഓപ്പണായ രീതിയിൽ കിടക്കുന്നു എന്ന് അങ്ങനെയൊക്കെ ഒരു പറഞ്ഞു കണ്ടു. പക്ഷേ പോലീസുകാരൊന്നും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളായിട്ടൊന്നും പറയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഹാർട്ട് അറ്റാക്കാണ് പറയുന്നത്. മേ ബി ആ പാനിക്കായ സിറ്റുവേഷനിൽ റൂമിൽ നിന്ന് ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിൽ ഈ ഡോറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തള്ളി തുറന്നും, അല്ലെങ്കിൽ ആ ഒരു വെപ്രാളം വരുമല്ലോ മനുഷ്യന്, ആ ടൈമിൽ ചെയ്തതായിരിക്കണം ഒരു പക്ഷേ. അതിൽ നിന്ന് എനിക്കൊരു അത്യാവശ്യം കാര്യം പറയാനുള്ളത്, എല്ലാ ഹോട്ടൽസിലും ഒരു SOS സ്വിച്ചൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് റൂം എടുക്കുന്നവരുണ്ട്, അവർക്ക് എന്തെങ്കിലും രീതിയിലൊരു സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ ഒരു SOS സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഹോട്ടൽ അതോറിറ്റീസ് അറിയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മച്ച് ബെറ്റർ അല്ലേ. ഇപ്പോൾ ചില ഹോട്ടൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ടോയ്ലറ്റിനകത്ത് ഫോണുണ്ടാവും. ടോയ്ലറ്റ് വീഴുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ഒരു റൂമിനകത്തൊരു 1-2 സ്ഥലത്ത് ഒരു SOS സ്വിച്ചൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതൊക്കെ എന്താ പറയുക, കാലം മാറുന്നതനുസരിച്ച് അനിവാര്യമായ മാറ്റങ്ങളൊക്കെയാണ്. ഫൈൻ. ഇനി അടുത്തത് ഇവിടുത്തെ സെൽഫീൻ്റെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യം സായി കുമാർ വന്ന സമയത്ത് ഒരു ചെങ്ങാതി സെൽഫി എടുത്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആദ്യം അത് ഇവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഈ ചെങ്ങായി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? എൻ്റെ വീഡിയോ കാണുന്ന റെഗുലർ പ്രേക്ഷകർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇയാളെ അറിയുമായിരിക്കും. ഈ സോഡാ കുപ്പി കണ്ണടയും ഈ വ്യക്തി പണി മൂവി ഇറങ്ങിയ സമയത്ത് നമ്മളെ വനിതാ വിനീതയിൽ പടം കാണാൻ പോയ യാദിൽ ഇക്കുവായി കുഴിമന്തി, നമ്മളെ യാദിലിനൊരു കോൺട്രവേഴ്സി വന്നിരുന്നു. യാദിൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ കൈ തട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇതേ ഷർട്ടും ഇതേ കണ്ണട ഇതേ മനുഷ്യനാണത്. ഓക്കെ, അന്നൊരു സാഡ് BGM ഒക്കെ ഇട്ടിട്ട് അതൊരു പേജ് റീലായിട്ട് ഇട്ടിട്ട് യാദിൽ എയറിൽ പോയി. പിന്നെ യാദിൽ ഇയാളെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇയാളുടെ അടുത്ത് പോയി ഇയാളെ ഫോൺ, കാരണം യാദിലിന് ഉറപ്പാണ് ഇയാളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. യാദിലിൻ്റെ അടുത്ത് ആ ടൈമിൽ ഈ വ്യക്തി വന്ന് ചോദിച്ചത് സാഗർ ആണോ എന്ന് ചോദിച്ചു, സാഗർ സൂര്യ ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ബാക്കിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടാണ് യാദിൽ തട്ടിപ്പോകുന്നത്. യാദിൽ ഈ സാഡ് BGM കൈ തട്ടുന്ന കൂടി ആയതോടുകൂടി യാദിൽ ഇയാളെ ഒഴിവാക്കി ഒരു പാവം സെൽഫി എടുക്കാൻ വന്നപ്പോൾ എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കര കോൺട്രവേഴ്സിയായി. പിന്നെ യാദിൽ അവിടെ പോയി ഫോണൊക്കെ എടുത്ത് കാണിച്ച് അതിനകത്ത് ഗാലറിയിൽ ആ ഡേറ്റിൽ ആ സമയത്ത് ഇയാളുടെ കൂടെ എടുത്ത സെൽഫീൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ യാദിൽ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മന്തിയൊക്കെ കൊടുത്തിട്ടാണ് ഇയാളെ വിട്ടത്. അതേ വ്യക്തി തന്നെയാണ് ഇയാൾ ആ ദിവസം അവിടെ നടന്നിട്ട് സൈഡിൽ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട്. എല്ലാവരെ കൂടി നടന്ന് പിടിച്ച് സെൽഫി ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഒരാളങ്ങനെ വിടുന്നില്ല.
അതിനിടയിൽ ജയസൂര്യന് മുന്നിൽ കയറിയിട്ട് സെൽഫി എടുക്കാൻ ഒരാൾ നിന്നിട്ട് അയാളെ ജയസൂര്യ തല്ലിയില്ലാന്നുള്ളൂ, നല്ല നോട്ടം നോക്കിയിട്ടാണ് വിട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തിനെ കുറിച്ച് ഞാൻ പറയാം. അത്യാവശ്യം കമൻറ്റ് ബോക്സിലൊക്കെ ഇയാളെക്കുറിച്ച് നല്ല തെറിവിളും ചീത്തവിളും ഇന്നലെ ആരെ കണ്ട അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി ഇയാൾക്ക് അത്ര ശരിയല്ല. ഓക്കെ, മൈൻഡ് ഔട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആരും ഇല്ല നോക്കാൻ, വീട്ടിലൊന്നുമില്ല, കിടപ്പ്, കുറച്ചിങ്ങനെ സിറ്റുവേഷനിലാണ് ആൾ. അങ്ങനെയുള്ള വ്യക്തി അയാൾക്ക് ലൈഫിൽ ആകെ അറിയുന്ന പരിപാടി ഇതേപോലെ കുറേ എന്താ പറയുക, അയാളുടെ ലൈഫിലെ എൻജോയ്മെൻറ്റ് അതാണെന്ന് പറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. ഇയാളൊരു മീഡിയ പേഴ്സൺ അല്ല. ബൈ ദ വേ ഞാനത് പറഞ്ഞത് മീഡിയ പേഴ്സണോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിക്ക് പോകുന്നൊരു വ്യക്തിയല്ല. കാരണം യാദിൽ അന്ന് പോയി കണ്ട സമയത്ത് ഞാൻ ആദിലിനോട് ചോദിച്ചിരുന്നു. ഞാൻ വീണ്ടും റീകൺഫേം ചെയ്യാൻ യാദിലിനോട് ചോദിച്ചപ്പോൾ യാദിൽ പറഞ്ഞാണ്, സായി ബ്രോ അയാൾ കുറച്ച് ഔട്ടാണ്. ഓക്കെ, അയാളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അയാൾക്കത് മരണ വീട് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ സംഗതികളൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ളൊരു ഐഡിയ ഒന്നും അയാൾക്കില്ല. അത് അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇയാളെപ്പോലെ ആവണമെന്നില്ല എല്ലാവരും, മനസ്സിലായി. കുറേ ആൾക്കാരൊന്നും അങ്ങനെയല്ല. ഇയാളല്ലാതെയും ഒരുപാട് പേര് ഇപ്പോൾ ജയസൂര്യൻ്റെ മുന്നിൽ ചാടിയ പോലത്തെ ഉള്ള, അതായത് മരണ വീടാണോ അല്ലെങ്കിൽ അവരെന്ത് സങ്കടത്തിലാണ് വരുന്നത് അതൊന്നും നോട്ടമൊന്നും ഉണ്ടാവില്ല, ചാടി കയറി നിന്നിട്ട് സെൽഫി അടിച്ചിട്ട് പോവും. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞ പോലെ, എന്തിനാണ് ഇനിയിപ്പോൾ മരണ വീട്ടിലും കൂടി ബൗൺസേഴ്സിന് വെക്കേണ്ട അവസ്ഥയാണ്. അതാണല്ലോ കഥ. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ രമേഷ് പിഷാരടി പള്ളിയുടെ മുന്നിൽ ചെരുപ്പ് തിരയുന്നൊരു സീനുണ്ട്. ഓക്കെ, അത് ചെരുപ്പ് വെച്ച സ്ഥലത്ത് എവിടെയാണ്, പള്ളിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിപ്പോയില്ലേ പള്ളി അമ്പലമൊക്കെ ആകുമ്പോൾ. അതിന് കയറിയിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാരിടുന്ന അവരുടെ കുറച്ച് ടൈറ്റിൽസ് ഉണ്ട്. സുഹൃത്തിൻ്റെ വേർപാടിൽ തകർന്ന് ചെരുപ്പ് വെച്ച സ്ഥലം മറന്ന് പിഷാരടി. എന്നിട്ട് അതിനിടയിൽ പിഷാരടിക്ക് ഫുള്ള് തെറിവിളിയും ചീത്തവിളും. ചില സമയത്തുണ്ടല്ലോ ഈ ടൈറ്റിലും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ മരണം എന്ന് പറഞ്ഞൊരു കാര്യം വരുമ്പോൾ ഒഴിവാക്കിയിട്ട് പോകാമെന്നല്ലാതെ മരണത്തിനിടയിൽ കൂടി പിന്നെ ഈ കൂട്ടുകൃഷി പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് വെൽ ആൻഡ് ബെറ്റർ എന്നേ പറയാനുള്ളൂ. എസ്പെഷ്യലി ഓൺലൈൻ മീഡിയാസ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഓൺലൈൻ മീഡിയ. ചിലരൊക്കെ നല്ല സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. മരണം അവരൊരിക്കലും കോണ്ടൻ്റ് ആക്കില്ല, മരണ വീട് അവർക്ക് ആവശ്യമില്ല, ആ സിറ്റുവേഷൻ അവരെടുക്കില്ല എന്നുള്ളത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി കുറേ ആളുകൾക്ക് കണ്ണീര് സൂം ചെയ്യണം, കരച്ചിൽ സൂം ചെയ്തെടുക്കണം. ചിലർക്ക് അവിടെ പോയ സെൽഫി വീഡിയോ ഫോട്ടോ കൊടുക്കണം. സെലിബ്രിറ്റീസ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രൈവസി ഒന്നും എവിടെയും പണയം വെച്ചിട്ടല്ലല്ലോ നടക്കുന്നത് ലൈഫിൽ. അപ്പോൾ അവർക്ക് ആ പ്രൈവസി കൊടുത്തേ പറ്റൂ. അത് അവരുടെ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പേഴ്സൺ, ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ പ്രൈവസി വിട്ടു കൊടുക്കുക എന്നുള്ളൊരു മിനിമം മാന്യതയാണ്. അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും, അപ്പം പഠിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ നവാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മരണ ദിവസം നടന്ന ആക്ടിവിറ്റീസ് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഞാൻ എബ്രോഡ് ആയതുകൊണ്ട് തന്നെ എനിക്കതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ വന്ന് ഞാൻ ഈ ആസിഫ് അലിയുടെ അതും കൂടി കണ്ട സമയത്ത് എനിക്കിത് പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ.